നമസ്കാരം പ്രിയമുള്ളവരെ. അഗതികളുടെയും യത്തീമുകളുടെയും ഒരു ആശാകേന്ദ്രമായി പ്രവർത്തിക്കുന്ന എളമരം യത്തീംഖാനയിൽ ഒരു മഹാവിവാഹ സംഗമം നടക്കുകയാണ്. ഒരു അഗതി കുട്ടിയുടെയും ഒരു യത്തീം കുട്ടിയുടെയും വിവാഹം ഈ വരുന്ന മെയ് 7-ന് എളമരം യത്തീംഖാന ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. 3.5 വയസ്സ് മുതൽ എളമരം യത്തീംഖാനയിൽ നിന്ന് പഠിച്ച് എല്ലാതരം വിദ്യാഭ്യാസവും നേടി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് അടക്കം പൂർത്തീകരിച്ച് ഒരു ജോലിയിലേക്ക് എത്തിച്ച ഒരു പെൺകുട്ടി, അതും ചെറുപ്രായത്തിൽ യത്തീമായി വളരേണ്ടി വന്ന ഒരു പെൺകുട്ടി. അവളുടെ വിവാഹപ്രായം എത്തിയ സമയത്ത് കുടുംബത്തിന് അത് ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ സമയത്താണ് യത്തീംഖാനയുടെ ഭാരവാഹികൾ ആ ഒരു കുട്ടിയുടെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്ത് ഒരു വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉപ്പയുണ്ടെങ്കിൽ പോലും അഗതിയായി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു കുട്ടി, നിർധന കുടുംബം, സാമ്പത്തികമായി യാതൊന്നുമില്ല. ആ കുട്ടിയുടെയും സർവ്വവിധ ചെലവുകളും ഏറ്റെടുത്ത് നടത്തി അവരെ ഒരു വലിയ ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ എളമരം യത്തീംഖാനയാണ്. ഈ 2 കുട്ടികളുടെയും നിക്കാഹ് ഈ വരുന്ന മെയ് 7-ാം തീയതി എളമരം ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. ഈ മഹാസംഗമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് 2 പെൺമക്കളുടെ വിവാഹം നടത്തുമ്പോൾ ഒട്ടനവധി ചിലവുകളുണ്ട്. ഒരു വീട്ടിൽ നടക്കുന്ന തൻ്റെ മക്കളുടെ വിവാഹം എങ്ങനെയാണോ അതേ രീതിയിൽ കുട്ടികൾക്ക് എല്ലാം ചെയ്തു നൽകണമെന്നാണ് എളമരം യത്തീംഖാന ഭാരവാഹികൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലേക്ക് ഒരു വിവാഹം നമുക്ക് നടത്തണമെങ്കിൽ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയും ഇതോടൊപ്പമുണ്ട്. ഇത് പരിഹരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഇതിന് ക്ഷണിതാക്കളായി മുന്നോട്ട് വരേണ്ടത് അല്ലെങ്കിൽ ഇത് നടത്തേണ്ടത് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളെ പേഴ്സണലായി ക്ഷണിക്കണമെന്നൊന്നുമില്ല. ഈ ഒരു വിവാഹം നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു ആഘോഷം പോലെ ആക്കി മാറ്റണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. എല്ലാവരെയും മെയ് 7-ാം തീയതി എളമരം യത്തീംഖാന ക്യാമ്പസിലേക്ക് ഇതിൻ്റെ ഭാരവാഹികൾക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്.